എന്ത് വിഷയം മാർഷൽ ആർട്സാ? അണ്ണ ഞാൻ പറയാം അവിടെ ഉണ്ടായിരിക്കണേ അണ്ണ. ഞങ്ങളെ ഞാനും അരിയും ബിബോ എന്നും പറഞ്ഞിട്ട് എടുത്തിട്ട് ഞങ്ങൾ 3 ആൾക്കാരും മറ്റേ ഹീലിങ്സ് ചെല്ലിയേണ്ട ഒരു തുടങ്ങിയിരുന്നു. അത് തുടങ്ങിയേക്ക് ഞങ്ങൾക്ക് അറിയുന്ന ഒരു പയ്യുണ്ട് സ്റ്റാൻഡ് ഫോർക്ക്. ഇവന്റെ അതേ ശൈലി പ്രണവ് ചേട്ടൻ പറഞ്ഞ ഇവന്റെ അതേ സ്ലാങ് ആണ്. രണ്ടാൾക്കും ഒരേ സ്ലാങ് ആണ് മറ്റേ ഭാഷ ശൈലി. അപ്പൊ ഞങ്ങൾ അറിയണ ആളല്ലേന്നും വെച്ചിട്ട് മറ്റേ ഇപ്പം ഒരു 50 കോടിയുടെ ഹീലിങ്സ് ചോദിച്ചു ഞങ്ങൾ കൊടുത്ത് നൈറ്റ് സിൻഡിക്കേറ്റിന്റെ സ്റ്റാൻമോർക്കുള്ള ഗാങ് സിൻഡിക്കേറ്റ്. അപ്പൊ ലീഡർ വരുമ്പോ തരാന്നും പറഞ്ഞിട്ട് 50 കോടിയുടെ ഹീലിങ്സ് മേടിച്ചു പോയി. അപ്പൊ ഞങ്ങൾ നൈറ്റ് കയറിയപ്പോ സ്റ്റാൻമോർഗനോട് ചോദിച്ചപ്പോ ഓനല്ലായിരുന്നു അത്. അപ്പൊ ഞങ്ങളിത് മറ്റേ ഞങ്ങള് ലൈവ് ആയിരുന്നു ബോഡി ക്യാം ആയിരുന്നു. അപ്പൊ ഞങ്ങൾ അതില് ഓന്റെ വണ്ടി നമ്പർ പ്ലേറ്റ് ഇട്ട് ഞങ്ങൾ ആ നമ്പർ പ്ലേറ്റ് കൊണ്ട് ഞങ്ങൾ വന്നിട്ട് ഒരു ഓഫീസറിനോട് ഈ നമ്പർ പ്ലേറ്റ് ഈ വണ്ടി ആരുടെ ഓണർഷിപ്പാന്ന് ചോദിച്ചു. അപ്പൊ ഓണർഷിപ്പ് ചോദിച്ചേക്ക് പ്രണോസേട്ടൻ പോലും പറഞ്ഞു. അപ്പൊ ഞങ്ങൾ അപ്പൊ തന്നെ മാക്കിനെ വിളിച്ചിട്ട് ചോദിച്ചു ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. അപ്പൊ മാക്ക് പറഞ്ഞു ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ല, ഓൻ വരുമ്പോ പറയാന്ന് പറഞ്ഞു. അപ്പൊ ഓൻ ഇന്ന് മാക്കും വന്ന് അപ്പൊ ഓര് പറഞ്ഞ് ഇത് പ്രണവല്ലാന്നും പറഞ്ഞു. പ്രണവല്ലാന്ന് പറഞ്ഞു. നിങ്ങളുടെ ഹീലിങ്സ് വാങ്ങിട്ട് കാശ് തന്നോ അവൻ? ഇല്ല വന്നിട്ടില്ല. കാശ് തന്നില്ലേ? ഇല്ല, വേറെ ഒരുത്തന്റെ പേരിലാണ് വന്ന് മേടിച്ചത്. ഞങ്ങൾ ഇന്ന് പി ഡി വന്നേക്ക്. പി ഡിയില് മറ്റേ വണ്ടി നമ്പർ കൊടുത്ത് ഒക്കെ പ്രണവിന്റെ എന്നൊക്കെ പറഞ്ഞു. അത് പി ഡി വന്നപ്പോ ഓരോ പി ഡിക്കാരും വലിയതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങള് പുറത്തിറങ്ങിയിട്ട് മാക്കിനോട് അന്ന് ആ ടൈമില് ഞങ്ങള് ഒരു റേഡിയോ ഉണ്ട് 15 റേഡിയോയില് ഞാനും രവിയും ഞങ്ങള് കുറച്ച് പേര് കേറിയിട്ട് എന്നിട്ട് പ്രണവ് ചേട്ടൻ ഒരു റേഡിയോ കൊടുത്തിട്ട് 15 റേഡിയോയിൽ കയറാൻ പറഞ്ഞു. അപ്പൊ ഓന് അതിൽ ഓന്റെ പേര് സ്റ്റാൻ മോർഗൻ എന്നാണ്. അത് മാക്കിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് ഇവനോട് കയറാൻ പറഞ്ഞേക്ക് ഇവൻ കേറിയില്ല. അപ്പൊ ഞങ്ങൾ അങ്ങോട്ടും കൊണച്ച് ഓൻ ഇങ്ങോട്ടും കൊണേ. ഓനാണ് ആദ്യം കയറാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞിട്ട് കൊണച്ചത്. അപ്പൊ ഞങ്ങൾ ഓക്കെ അല്ല അതായത് ഞാൻ കാര്യം പറയട്ടെ. ഇപ്പം അന്ന് നിങ്ങളുടെ നിന്ന് ഹീലിങ്സ് വാങ്ങിട്ട് പോണവന്റെ വണ്ടി നമ്പർ നിങ്ങളുടെ ഉണ്ടായിരുന്നു. ഓക്കെ, ആ വണ്ടി നമ്പർ വെച്ചിട്ടാണ് പിടി കൊടുത്തപ്പോഴത്തേക്ക് ആ വണ്ടി MRCയിലെ പ്രണവ് സൈഡിന്റെ വണ്ടി. അപ്പൊ പ്രണവ് അവര് സേവ് ചെയ്യുന്ന കണ്ട. അപ്പൊ അവന്റെ വണ്ടി തന്നെയാണോ സേവ് ചെയ്യണേ? സ്വന്തം വണ്ടിയിലെ സേവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സ്വന്തം വണ്ടിയെ സേവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതവന്റെ വണ്ടി തന്നെ. അപ്പൊ അവൻ പേര് മാറ്റി വന്നിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ട് പറ്റിച്ചത്. ഓക്കെ, നിങ്ങൾ അവൻ വണ്ടി സേവ് ചെയ്യണം എവിടെ വെച്ചാണ്ടേ? ഇല്ല, സംസാരിക്കാം. ഇതാരാ? എടാ ഞാൻ സംസാരിക്കാം. ഇതാക്കല്ല. ഹലോ മാക്കെന്താടാ? എടാ പ്രണവ് ചേട്ടൻ നേരായ രീതി പോയപ്പോഴത്തേക്കും ഇവന്മാര് വന്നിട്ട് ആവശ്യമില്ലാതെ മറ്റേ അതടിച്ചില്ലേ ഇതടിച്ചില്ലേ ബ്രേവ് മറ്റേ എന്താണ് അത് ഇതെന്ന് പറഞ്ഞോണ്ട് ചുമ്മാ മറ്റേ കൊണയ്ക്കാൻ നിന്നിട്ടാണ് ഇവിടെ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായത്. എന്നിട്ട് ഞാൻ വണ്ടിയുടെ മുകളിൽ നിന്ന് മര്യാദയ്ക്ക് ഇറങ്ങുന്നു പറഞ്ഞു. ഞാൻ ഒരു അക്ഷരം പറയായിരുന്നു. ആ നീലമുടിയും മറ്റേ എനിക്കുമാരൊന്ന് പേര് പോലും അറിയത്തില്ല. ഇവന്മാരൊന്ന് കണ്ടി പുറത്തൊന്ന് വിളിച്ചിട്ട് ഇപ്പൊ പ്രണവ് ചേട്ടൻ ഉണ്ടോ ഇവിടെ? പ്രണവ് ചേട്ടൻ ഉണ്ട്. നീയാണോ വരെ സാധനം മേടിച്ചേ? ഞാൻ അല്ല പ്രണവ് എവിടെ? പ്രണവ് ഇത് ഞാൻ പ്രണവ് എന്റെ അടുത്ത് അറിയത്തില്ലെന്ന് പറഞ്ഞു. ഇവരെങ്ങനെ ഇത് കൊണ്ടുതന്നെ ചോദിച്ചു. എന്റെ അടുത്ത് പുറത്തുനിന്ന് എടുത്തിട്ട് ഫോട്ടോയുമായിട്ട് വന്നതാ. ഇവിടെ അലക്സ് അഡ്വക്കേറ്റ് ആണെന്ന് പറഞ്ഞു വന്നു. ഞാൻ ഇവിടുന്ന് DOJയിൽ എന്റെ അനിയനുണ്ട് മജിസ്ട്രേറ്റ്. ഞാൻ അവനെ വിളിച്ചോണ്ട് വന്നു. ഇവൻ എനിക്ക് തന്നൊരു ഫോട്ടോ. ഒരു മിനിറ്റ് അലക്സേ, ഒരു മിനിറ്റ്. ഇത് കോർട്ടിലേക്ക് എത്തിക്കാനുള്ള ഒരു ലീഗൽ കേസ് ആണെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങൾ സബ്മിറ്റ് ചെയ്താൽ പോലും അതിന്
ഇത്ര പെർസെന്റേജ് പോലും വാലിഡിറ്റി ഇല്ല. അത് ഇവിടുന്ന് ഒരു നമ്പർ എടുക്കാൻ വേണ്ടിട്ട് പുറത്തുനിന്ന് ഇങ്ങനെ എടുത്തൊരു ഫോട്ടോ ഉണ്ടെന്ന് വെച്ചിട്ട് അത് എത്രത്തോളം അപ്പൊ ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാള് ചെയ്ത ഒരാള് അപ്പൊ എത്രത്തോളം ഇങ്ങനെ മുന്നോട്ട് ചെയ്യും കാര്യങ്ങൾ ഇങ്ങനെ അങ്ങനെ പുറത്തുനിന്ന് എല്ലാവർക്കും ഓരോ ഫോട്ടോ വെച്ച് വീഡിയോ വെച്ച് ഇങ്ങനെ ഫോട്ടോ വേണ്ട. അവനാ നമ്പർ കണ്ടില്ലേ വണ്ടി വാങ്ങി പോണ കണ്ടില്ല അവര്. എന്റെ പൊന്നു അല്ല ഞാൻ കാര്യം പറയട്ടെ. എന്റെ അടുത്ത് പറഞ്ഞ എന്താണെന്നറിയോ? എടാ ഞാൻ കാര്യം ചോദിച്ചെടാ, എടാ ആ വണ്ടിയുടെ നമ്പർ എന്ന് പറഞ്ഞടാ. അവന്മാര് നമ്പർ കണ്ടിട്ടാണ് ഇപ്പൊ പറഞ്ഞതൊക്കെ. എന്റെ അടുത്ത് പറഞ്ഞത് ഫോട്ടോ എടുത്തിട്ടാണ് അവര്. അല്ല ഫോട്ടോ ആയിക്കോട്ടെ, നമ്പർ അവന്മാർക്ക് അറിയാലോ, അവന്മാരെ മുന്നിൽ വെച്ചിട്ട് ഒരു വണ്ടി ഒരാള് സാധനം മേടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമ്പർ അവന്മാർക്ക് അറിയാം. ആ നമ്പർ അറിയാം. ഇവര് വന്നിട്ട് ഇവിടെ വന്നിട്ട് ഒരു നമ്പർ വന്ന് പറഞ്ഞു കൊടുത്താല് അതാണ് എന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കും? അല്ല അവന്മാർക്ക് വന്നിട്ട് മാക്കിനെ കള്ളം പറ്റിക്കേണ്ട കാര്യം അവന്മാർക്കില്ലല്ലോ. ഫസ്റ്റ് ഓഫ് ഓൾ അത് തന്നെ പ്രണവത്തിന് ഇവരെ പറ്റിക്കുന്നത് ഞാൻ തിരിച്ചു ചോദിച്ചാലോ. ഒരു സെക്കൻഡ് അതില്ലേ അന്നെ തെളിയിക്കാൻ വേണ്ടിട്ടാണ് ഓനോട് ഞങ്ങൾ 15 റേഡിയോ തരാൻ പറഞ്ഞത്. അപ്പം കേറിയോ? അപ്പം കേറിയോ? എനിക്ക് അറിഞ്ഞൂടാ. അവൻ കേറി കാണുന്നത് അവന് കേറാൻ പറ്റില്ല. പിന്നെ എങ്ങനെ അവന് കയറാൻ പറ്റാത്ത? എനിക്കറിയത്തില്ലല്ലോ. ഞാൻ മനസ്സിലാവൂലേ നമുക്ക്? അതാ ഞാൻ പറഞ്ഞത്. അല്ല ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പോയ വണ്ടിയുടെ നമ്പർ അവന്മാർക്ക് അറിയാം. ഓക്കെ ഇപ്പൊ കൊടുത്ത പ്രൂഫ് പോട്ടെ, കൊടുത്ത പ്രൂഫ് പോട്ടെ. കാര്യങ്ങളെല്ലാം ഇൻവൈഡ് ആണ് ചന്ദ്ര. മനസ്സിലല്ല നമ്പർ അവന്മാർക്ക്, അതായത് പേടിക്ക് മാത്രമേ മറ്റേ ക്യാമറ ഡയറക്റ്റ് യൂസ് ചെയ്യാൻ പറ്റൂ. നമുക്ക് ഫോൺ എല്ലാം വിട്, ഫോട്ടോ വിട്. അവന്മാർക്ക് കാറിന്റെ നമ്പർ അറിയാം. ദാറ്റ്സ് ഇറ്റ്, കഴിഞ്ഞ അവിടെ കാർ നമ്പർ അവർക്ക് അറിയാം. അത് പ്രണവിന്റെ വണ്ടിയായിരുന്നു. അല്ല മാക്കേ ഞാൻ കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ പ്രണവാണോ ആള്? ചന്ദ്ര ഞാൻ കാര്യം ചോദിക്കട്ടെ, അങ്ങനെ ഒരു വണ്ടിയുടെ നമ്പർ വഴി കൂടെ പോകുന്ന വണ്ടിയുടെ നമ്പർ ഓർത്ത് വെച്ചാൽ എനിക്കും അപ്പൊ ആരെയാണെങ്കിലും അക്യൂസ് ചെയ്യാൻ. അല്ല അങ്ങനല്ല, അതായത് അവൻ വാങ്ങിച്ചിട്ട് പോയി, അതായത് യവന്മാര് ഗ്രൈൻഡ് ചെയ്യണ സാധനമാണല്ലോ ഇത്. അപ്പൊ യവന്മാർക്ക് അത്ര കൺസേൺ ഉണ്ടാവൂലേ കൊടുക്കുന്ന സാധനത്തിന്. അപ്പൊ അവന്മാര് വണ്ടി നമ്പർ നോക്കി വെച്ചു. അപ്പൊ അവൻ കൊണ്ട് വണ്ടി സേവ് ചെയ്യണം. വണ്ടി നമ്പർ നോക്കി വെച്ചു. പക്ഷെ അതിന് എന്തെങ്കിലും തെളിവ് തന്നാലും ഞാൻ തെളിവ് വേണ്ട. അവന്മാര് ഓക്കെ, അവന്മാര് ഇപ്പൊ ഇത്രയുണ്ട്. അവന്മാർ ഈ നമ്പർ അറിയാന്ന് പറഞ്ഞത്. ഞാൻ ചോദിക്കുന്ന മാക്കിന്റെ അടുത്താ. പ്രണവ് സാധനം എടുത്തോ ഇല്ലേ? എനിക്കറിയത്തില്ല. എന്റെ അടുത്ത് പറഞ്ഞിട്ട് പ്രണവ് വരുമോ ഇപ്പൊ എങ്ങാനും ചോദിക്കാൻ? ആ ഓക്കെ, അത് അത്ര സിമ്പിൾ ആയിട്ട് പറഞ്ഞ പോലെ. ഇപ്പൊ മാക്ക് ഇവിടെ ആരോടും സംസാരിച്ചില്ല മോശമായിട്ട്. ഇവന്മാർ ആദ്യമൊക്കെ കുറെ നേരം ചെവി തിന്നാൻ ഇറങ്ങി. ഞാൻ ഒരു 10 മിനിറ്റോളം ഉണ്ടായിരുന്നിട്ടാണ് ഞാൻ തിരിച്ചു പറഞ്ഞത്. ഇവന്മാര് മറ്റേ പർച്ചേസിന്റെ കഥ എന്റെ ചെവിയുടെ മുട്ടി വന്നിട്ട് പാടിയപ്പോഴാണ് ഞാൻ തിരിച്ചു പറഞ്ഞത്. അവന്മാര് ഗ്രൈൻഡ് ചെയ്യണം. അവന്മാർക്ക് അതിന്റെ ഉള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അവന്മാർക്ക് മനസ്സിലായില്ലേ? അത് അവന്മാർക്ക് ആ രീതിയിൽ സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അതാണ് മെയിൻ കാര്യം. അവന്മാർക്ക് എത്ര ദേഷ്യം പറഞ്ഞാൽ കാര്യം അതാ, വേറൊന്നുമല്ല. എന്നോട് ദേഷ്യം കാണിക്കുന്ന എത്ര കോടിയടാ? 50 കോടി എന്ന് പറഞ്ഞാൽ മാക്കെ 50 കോടി എന്ന് പറഞ്ഞാൽ നല്ല പാടുള്ള കാര്യം. ഇപ്പൊ അവ എടുത്തിട്ടുണ്ടെങ്കിൽ ഉള്ള സീനേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് നോക്കാം. പിന്നെ എടുത്തിട്ട് ഓക്കെ എന്തായാലും മാക്ക് പ്രണവ് വരുമ്പോ പ്രണവ് വരാൻ പറ സംസാരിക്കും. ഓക്കെ പ്രണവ് ഉണ്ടോ ഇവിടെ? കത്തിയ അങ്ങനെയാണെങ്കിൽ പ്രണവ് വരുമ്പോ സംസാരിച്ചു നോക്കാം. ആ പ്രണവ് എന്താ പറയണ? ഒന്ന് വന്നടാ എല്ലാരും വന്നടാ. ഇങ്ങോട്ട് എടാ എന്തൊക്കെ പ്രൂഫാണല്ലേ? 15 റേഡിയോ കയറി കഴിഞ്ഞാൽ അവന്റെ പേര് 15 റെഡിയിൽ നിങ്ങൾ ഒരാൾ ഇല്ല. അല്ലെങ്കിൽ വെയിറ്റ് അത് സംസാരിക്കാം. ഒരു മിനിറ്റ്. 15 റേഡിക്കകത്ത് ഒരാള് ഉണ്ടോ ആരില്ല? അല്ലെങ്കിൽ അവ എപ്പോഴും അല്ലെങ്കിൽ അവൻ ഇപ്പൊ സിറ്റി കയറില്ല മിക്കവാറും. അവൻ സിറ്റി കയറി വരട്ടെ വരുമ്പോ എന്തായാലും ചോദിക്കാം. വേറെ പ്രൂഫ് എന്താ ഉള്ള? നിങ്ങൾ എന്തിനാ സാധനത്തിന് കാശിട്ടാ സാധനം കൊടുത്തതിനാ? അത് ഇവ നല്ല പരിചയ ആളുടെ അതേ ശബ്ദം ശൈലിയൊക്കെ അതുകൊണ്ടാണ് ഞങ്ങള് മനസ്സിലായത്. അല്ല എന്താ പറഞ്ഞു എന്നിട്ട് അവൻ കാശ് തരാന്ന് പറഞ്ഞാ? നൈറ്റ് ലീഡർ വന്നു കഴിഞ്ഞാൽ തരാന്ന്. ഇല്ലേ ഗ്യാങ്ങിലുള്ള എന്നാണോ പറഞ്ഞത്? സിൻഡിക്കേറ്റിന്റെ പേരും പറഞ്ഞ സിൻഡിക്കേറ്റിന്റെ പേരും പറഞ്ഞ
ടിക്കറ്റിന്റെ പേര് പറഞ്ഞാൽ മതി. ടിക്കറ്റാ? ശ്ശെ. ഫസ്റ്റ് ഓഫ് ഓൾ സാധനം കൊടുക്കണ്ടായിരുന്നു കേട്ടാ. മണ്ടത്തരായി പോയി. സാധനം കൊടുക്കണ്ടായിരുന്നു. പൈസ മേടിച്ചിട്ട് കൊടുത്താൽ മതിയായിരുന്നു. ഇത് അറിയുന്ന ആളെ നമുക്ക് അറിയുന്ന ആളായിരുന്നു അത് നമ്മൾ കൊടുക്കാൻ തന്നിര മുടിയും എല്ലാം കറക്റ്റ് മറ്റേ ആളായിട്ട് വന്ന് മനസ്സിലായ മുടി വരെ മാറ്റിട്ടാ വന്നേ, എല്ലാം മാറ്റിട്ടാ വന്നേ. സ്കാൻ നോക്കാന് അവന്റെ സൗണ്ട് ആയിട്ട് കറക്റ്റ് സാമ്യമുണ്ട് മനസ്സിലായ, സാമ്യമുണ്ട് മനസ്സിലായ. അവനെന്തോ സിറ്റുവേഷൻ ആണ് പെട്ടെന്ന് സാധനം തരും. ഹീലിങ്സ് ആണോ? എന്താണ് എന്താ കൊടുത്തത്? എന്ത് ആർമർ ഹീലോ അല്ലേ? ഇത്ര ദാരിദ്ര്യമാണ് രായമാർക്ക്. മൂന്നാല് വാറ് നോക്കുന്നതല്ലേ അതല്ല കൺസൈൻമെന്റ് പഠിക്കാറില്ല, അതല്ലേ ചന്ദ്രു, അതല്ലേ അതും കിട്ടാറില്ല. ചന്ദ്രൻ ആദ്യം മാക്കിനോട് ചോദിക്കും സ്വന്തം ഗ്യാങ് മെമ്പറിന്റെ വിശ്വാസം ഉണ്ടാകും. വിശ്വാസം ചോദിക്കണത് ഇല്ലീഗൽ കേസ് എടുത്താൽ നോക്ക്. നിങ്ങളിപ്പോ കേറിപ്പോ എമാരെന്താ എമാര് ലീഗലായിട്ടാണോ പോണത്? ലീഗലായിട്ട് അപ്പൊ നമുക്ക് പണി കിട്ടില്ലല്ലോ. അല്ല അല്ല എടാ പീഡിയില് ലാസ്റ്റ് ബോഡി ഗ്യാങ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ബോഡിക്കാൻ അവന്മാർക്ക് അറിയത്തില്ല എന്താണ് എടാ ഈ നമ്മുടെ ഇത് പറയും ബോഡി ക്യാം എന്ന് പറയുന്ന സാധനം നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. പീഡിയിലെ ലാസ്റ്റ് ഓപ്ഷനിൽ പീഡിയിലുണ്ട് ബോഡി ഗ്യാങ് എന്നുള്ള ഓപ്ഷൻ. പക്ഷെ ഇത് ഇല്ലീഗൽ സാധനമാണ്, അതങ്ങനെ പറയാൻ പറ്റില്ലല്ലോ നമുക്ക്. അതെങ്ങനെ പറയാൻ പറ്റും? വണ്ടി നമ്പർ ആണെങ്കിൽ ഇത് ഇല്ലീഗൽ സാധനമല്ലടാ. ഇത് ലീഗൽ വഴി പീഡിയായിട്ട് ഡീൽ ചെയ്യാൻ പറ്റത്തില്ല. ലീഗൽ വഴി ഇല്ലീഗൽ സാധനം. അപ്പൊ ലീഗലായിട്ട് ഇത്രയും ചെയ്താൽ മതി. നമ്മൾ ഈ സാധനം കൊടുത്തിട്ടില്ല. അവന്മാരെന്താ പറഞ്ഞ പിടി പോയിട്ട് അവന്മാര് ഇത് പറഞ്ഞ മണ്ടന്മാരാണ് അവന്മാര്. ആലോചിക്കാൻ ബുദ്ധി വേണ്ടേ? ലീഗലായിട്ട് കേസ് ഫയൽ ചെയ്യാം നമുക്കെതിരെ ഇതുപോലെ എന്തോ ഇത് പ്രകാശൻ അതല്ല. താങ്ക് യു ഫോർ ദ കിക്സ് കണ്ണാപ്പി ബ്രോ. ചന്ദ്രൻ ലെറ്റ്സ് ക്ലോസ് ദ ഡീൽ ടുനൈറ്റ് എന്നാ ബ്രദർ. ഓക്കെ ഞാൻ കാര്യം പറയട്ടെ. എടാ അവൻ വരുമ്പോ സംസാരിക്കും. ഇത് ഇപ്പൊ പി ഡിയില് നമുക്ക് പോയിട്ട് അല്ലെങ്കിൽ ഇപ്പൊ ഒന്നും ചെയ്യണ്ട, ഇപ്പൊ ചെയ്യണ്ട. അവന്മാരെന്താ പറയണം നോക്കട്ടെ. മാറി മര്യാദ ഡീൽ ചെയ്യണമെങ്കിൽ നമുക്ക് കാശ് കിട്ടിയാൽ മതി. അവന്മാരെ ബാക്കി വേറെ ഒന്നും വേണ്ട. അതങ്ങ് തീർക്കാം.